അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, SYS ആലത്തൂർ സോൺ കമ്മിറ്റി പാലക്കാട് ജില്ലാ നേതൃത്വത്തിൻ്റെ കീഴിൽ ടീം എമർജൻസി സേവനത്തിനായി വയനാട് ഉരുൾപൊട്ടിയ ചൂരൽമലയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന അവസ്ഥ, ഞങ്ങൾ 2 വർഷം മുമ്പ് കോട്ടയം കൂട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിൽ സേവനത്തിന് പോയതാണ്. അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. എന്നാൽ ഇവിടുത്തെ അവസ്ഥ അതിനും ഭയാനകരമാണ്. നമ്മൾ ഈ കാണുന്നത് ഒരു ബോഡി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള JCBയുടെ പരിശോധനയാണ്. അപ്പോൾ ചുറ്റുവട്ടത്തിൽ കാണുന്ന വീടുകൾ, ഈ വീടിൻ്റെ മുകളിൽ ചളി നിറഞ്ഞ് ഈ സൺസൈഡിൻ്റെയും വാർപ്പിൻ്റെ മുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കാണുന്നുണ്ടല്ലേ, ആ മതിൽക്കെട്ടിൻ്റെ അത്രയ്ക്ക് ചളി ഇത് മാറ്റിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. മിക്ക വാർപ്പുകളുടെയും മേൽക്കൂട് ഭാഗം തകർന്ന് തരിപ്പണമായി. എൻ്റെ കാൽച്ചുവട്ടിലുള്ളത് വലിയ മരത്തിൻ്റെ അടിവേരുകളാണ്. ഇതെങ്ങനെ മണ്ണും കല്ലും മരങ്ങളും നിറഞ്ഞ് ആകെ ഒഴുകി ഒലിച്ചു വന്ന് എത്ര ആളുകളാണ് മരണപ്പെട്ടത്. ഇനിയും ഒരുപാട് ആളുകളുടെ ഡെഡ് ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ 50ഓളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്നദ്ധ സേവകരും സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ സജീവമാണ്. ഇത്രത്തോളം വലിയൊരു ദുരന്തം ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹു എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇവർക്കിനി ഒരു പുനരധിവാസം എന്നുള്ളത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. എല്ലാവരും കൈകോർക്കുന്നുണ്ട്. എല്ലാവർക്കു വേണ്ടിയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രത്യേകം ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.